അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർച്ചയായ 2ാം മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇത് ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരമാണ്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും എതിരില്ലാത്ത ഒരു ഗോളിനാണ് മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തിയത്. എന്തായാലും മുംബൈ സിറ്റിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് ചാങ്ഡെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ കളി പിടിക്കാവുന്ന അവസരങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ അതൊന്നും ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ആ അവസാനം കിട്ടിയ ഹെഡറൊക്കെ അത് കണ്ടിട്ട് കോച്ച് വരെ നിലത്ത് വീഴുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്തായാലും എല്ലാ ആരാധകരും അത് ഗോളാവാൻ വേണ്ടി ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ അജസലിനും അവസരങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ മത്സരത്തിൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഓർഹ പെരേഡൈസ് പെനാൽറ്റി എടുക്കുകയായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഗോൾ കീപ്പർ അനായാസം സേവ് ചെയ്യുകയായിരുന്നു. എന്തായാലും അതൊരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. എന്തായാലും മത്സരത്തിൽ ചാങ്ഡെനെയും ഓർഹ പെരേഡൈസിനെയും ഫെർണാണ്ടസ് അടക്കമുള്ള താരങ്ങളെ മുന്നേറ്റത്തിൽ നിർത്തിക്കൊണ്ടായിരുന്നു മുംബൈ സിറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ബെർത്തമയോ, പിന്നെ മാർലൻ ക്രൂസ്, പിന്നെ നിഹാൽ സുധീഷും കുറോസിങ്ങും. എന്തായാലും ഇവരൊക്കെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിലുണ്ടായിരുന്നത്. എന്തായാലും ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കീപ്പർ മുംബൈ സിറ്റിയുടെ പെനാൽറ്റി തടഞ്ഞിടുകയായിരുന്നു. അതുപോലെ തന്നെ 2ാം പകുതിയിലെ തുടക്കം തന്നെയായിരുന്നു ചാങ്ഡെ മുംബൈ സിറ്റിക്ക് വേണ്ടി ലീഡ് പിടിക്കുകയായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.